ഹലോ മക്കളെ, ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. അടിപൊളി കാഴ്ചകളും അതുപോലെ തന്നെ കുറച്ച് പേടിപ്പെടുത്തുന്ന കുറച്ച് വിഷ്വൽസ് എല്ലാം അടങ്ങിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ മറക്കണം. മൂത്തമ്മേരെ വീട്ടിലേക്ക് പോകുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. മൂത്തമ്മേരെ വീട് എന്ന് പറഞ്ഞ ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ്, പള്ളഞ്ചി പറയുന്ന ഒരു സ്ഥലത്താണ്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു നാട് കൂടിയാണ്. കർണാടകയിൽ നിന്ന് ശബരിമലക്ക് പോകുന്ന സ്വാമിമാരുടെ വണ്ടിയാണ് കേട്ടോ. റോഡ് സൈഡിലെല്ലാം അങ്ങനെ സുബ്രഹ്മണ്യന് ചായ കുടിക്കണം എന്ന് പറഞ്ഞ ഒരു ചായ കുടിക്കാൻ ഒരു അടിപൊളി സ്പോട്ടിൽ വൈകുന്നേരം എല്ലാം ആകുമ്പോൾ ഇതേപോലത്തെ അടിപൊളി സ്പോട്ടിൽ വന്ന് ചായ കുടിക്കലും പിന്നെ ഇതുപോലത്തെ നാട്ടുംപുറം കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനും എന്തോ ഒരു പാങ്ങന്നെ. കാസർഗോഡ് കാണാനൊന്നും ഒന്നുമില്ല എന്ന് പറയുന്നവരോട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ മതി കേട്ടാ. കാണാനും കേൾക്കാനും അതേപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനും ഒരുപാട് അടിപൊളി നല്ല സ്പോട്ട് ഉണ്ട്. രണ്ട് സൈഡ് കാടും വന്യമൃഗങ്ങളും പിന്നെ കാട്ടിലൂടെ വണ്ടിയെല്ലാം ഓടിച്ച് പോവാൻ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ നമ്മളെ കാസർഗോഡ് തന്നെ ഉണ്ട്. ഞാനിപ്പോ പോകുന്ന റൂട്ടും അങ്ങനെ ഒരു റൂട്ടാണ് കേട്ടോ. രണ്ട് സൈഡും റിസർവ് ഫോറസ്റ്റ്, വൈൽഡ് ആനിമൽസ് ഉണ്ട്. അതേപോലെ തന്നെ ഇരുട്ടും. ആ ഒരു വഴിയിലൂടെ പോകുമ്പോൾ നമ്മൾ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് വേറൊരു വഴി. നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങനെ രണ്ട് കാട്ടുപോത്തിനെ കാണാനിടയായിട്ടാ. നമ്മളെ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് അത് കാട്ടിലേക്ക് തന്നെ. ഈ കാണുന്ന വയനാട്ടിലും താനത്തിന്റെ അടുത്താണ് കേട്ടോ മൂത്തമ്മേരെ വീട്. അമ്മമ്മേരെ കൈയാണെങ്കിൽ ഇതിന്റെ ഇടക്ക് വീണിട്ട് ഫുള്ളായിട്ട് പൊടിയായിട്ടുണ്ട്. അപ്പൊ അമ്മമ്മേനെ കാണാനായിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. അങ്ങനെ അമ്മമ്മേനെയും കണ്ട് ചായം കുടിച്ചിട്ട് ആടുന്ന് ഇറങ്ങി. ആടുന്ന് ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ ലൂണേനെ കണ്ടുകിട്ടാ. പണ്ട് ചെറുതായിരിക്കുമ്പോൾ ലൂണേനെ വടിയിലിരുത്തി വണ്ടിയിൽ കൊണ്ടുവന്ന ആ ഒരു ഓർമ്മ ഇപ്പോഴും അതിനുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്നെ കാണുമ്പോൾ കുറച്ചിട്ടൊന്നുമില്ല. അപ്പൊ നമ്മൾ തിരിച്ചു പോലായി. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ശരി എന്നാ.